നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചൊവ്വ ദോഷത്തെക്കുറിച്ചാണ്. ചൊവ്വ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിനെ ബന്ധപ്പെടുത്തിയാണ് ചൊവ്വാദോഷം അനുഭവത്തിൽ വരിക. ചൊവ്വ ഓരോ ഭാവത്തിലും നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളും ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഭാവം ഏതാണെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുകയാണെങ്കിൽ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സമുണ്ടാകും. ശരീരത്തിൽ മുറിവോ വ്രണമോ ഉണ്ടാകും. ആയുസ് കുറവായിരിക്കും. ഭാര്യ സംബന്ധങ്ങളായ കാര്യങ്ങളിൽ ക്ലേശം അനുഭവിക്കും. തല, കണ്ണ് എന്നീ അവയവങ്ങൾക്ക് രോഗമുണ്ടാകും. മേടം, ചിങ്ങം, ധനു ഈ രാശികളിൽ ലഗ്നമാകുകയും അവിടെ ചൊവ്വ നിൽക്കുകയും ഒരു ബന്ധുഗ്രഹം വീക്ഷിക്കുകയും ചെയ്താൽ രാജയോഗമാണ്. വൃശ്ചികം, മേടം രാശികൾ ലഗ്നമായി ചൊവ്വ നിന്നാൽ പൂർവ്വസ്വത്താൽ സമ്പന്നമാകും. ഇടവമോ തുലാമോ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ജാതകൻ സ്ത്രീ ആസക്തനാകും. ചൊവ്വ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് മറ്റെന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും അതൊന്നും അനുഭവയോഗ്യമാകില്ല. ശത്രുക്കളെ ജയിക്കാൻ സമർത്ഥനാണെങ്കിലും കുടുംബസുഖം ഉണ്ടാകില്ല. രണ്ടിലെ ചൊവ്വ ഭാഗ്യദോഷിയാണ്. എത്ര ധനമുണ്ടായാലും അനുഭവയോഗം ഉണ്ടാകില്ല. വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാവില്ല. ചൊവ്വ തനിച്ചോ പാപഗ്രഹത്തോട് ചേർന്നോ നിന്നാൽ 2 ഭാര്യമാർ ഉണ്ടാകും. മൂന്നാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ പരാക്രമശാലിയും മറ്റാർക്കും ജയിക്കാൻ കഴിയാത്തവനുമായിരിക്കും. സുഖവും സമ്പത്തും ഉണ്ടാകും. അസുഖങ്ങൾ ഉണ്ടാകില്ല. ദീർഘായുസ്സായി ഭവിക്കും. നാലാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ മാതൃസുഖം, സമ്പത്ത്, ബന്ധുക്കൾ, സുഖം എന്നിവ ഉണ്ടാകില്ല. സ്ത്രീകൾക്ക് അധീനനായിരിക്കും. മനക്ലേശം വിട്ടുമാറില്ല. ചൊവ്വയ്ക്ക് സ്ഥാനബലം ഉണ്ടെങ്കിൽ സർക്കാർ ജോലി കിട്ടും. അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ പുത്രഭാഗ്യം, സുഖം, ധനം ഇവ കുറയും. അധാർമ്മിയും അസൂയയുള്ളവനുമായി തീരും. എപ്പോഴും മനക്ലേശം അനുഭവപ്പെടുന്നതാണ്. ഭരണകാര്യങ്ങളിൽ ശേഷിയും കോപവും ഉണ്ടാകും. ഭാര്യയ്ക്ക് ഗർഭം അലസൽ ഉണ്ടാകും. ആറാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ പൂർവ്വ സ്വത്തുക്കളൊന്നും ലഭിക്കില്ല. ആരെയും കൂസാത്തവനും ഭയമില്ലാത്തവനുമായിരിക്കും. കീർത്തിയും പ്രഭുത്വവും ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് വിവാഹത്തിന് വളരെ ക്ലേശിക്കും. ഭാര്യാദുഃഖവും ഭാര്യയുടെ മരണവും ഫലം പറയാവുന്നതാണ്. കച്ചവടവാസനയുള്ളവനും കലഹപ്രിയനുമായിരിക്കും. 7ൽ ചൊവ്വ സ്ത്രീജാതകത്തിലാണെങ്കിൽ ഭർത്തൃനാശമാണ് ഫലം. വൈധവ്യവും സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ചൊവ്വ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ആണെങ്കിൽ നല്ല ഭാര്യാഭർത്തൃ ബന്ധമായിരിക്കും ഫലം. ചൊവ്വ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആയുസ് കുറവുള്ളവനും രോഗിയും ധനമില്ലാത്തവനുമാകും. ബന്ധുക്കൾ ശത്രുക്കളായി തീരും. സ്വന്തക്കാരും സുഹൃത്തുക്കളും വഞ്ചിക്കും. ചൊവ്വ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മുൻപറഞ്ഞ ദോഷം ഉണ്ടാകില്ല.
സ്ത്രീജാതകത്തിൽ 8-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വൈദവ്യമാണ് ഫലം. എന്നാൽ ചൊവ്വ 7-ാം ഭാവാധിപനോ 8-ാം ഭാവാധിപനോ ആണെങ്കിൽ ദീർഘമംഗല്യ ലക്ഷണമാണ് ഫലം. സ്ത്രീജാതകത്തിൽ 8-ലെ ചൊവ്വയോടൊപ്പം കേതു കൂടി നിന്നാൽ വിവാഹം നടക്കില്ല. നടന്നാൽ തന്നെ വൈദവ്യം സംഭവിക്കാവുന്നതാണ്. മറ്റ് ഗ്രഹങ്ങൾ നല്ല സ്ഥാനങ്ങളിൽ നിന്നാലും 8-ലെ ചൊവ്വ മൂലം ആ ഗുണങ്ങൾ കൂടി ഇല്ലാതാകുന്നതാണ്. ചൊവ്വ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധിയുണ്ടാകും. പിതാവിന് ഹാനി വരുന്നതാണ്. ഭാര്യയുടെ മൂത്ത സഹോദരന് ദോഷമായിരിക്കും ഇത്. ഭാര്യയുടെ സഹോദരൻ്റെ മരണം വരെ 9-ലെ ചൊവ്വ ഉണ്ടാക്കും. ജാതകന് സഹോദര സഹായം കുറവായിരിക്കുന്നതാണ്. പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം കിട്ടില്ല. ഈ ചൊവ്വ സ്വക്ഷേത്രത്തിൽ ബലവാനായാൽ സർക്കാർ തലത്തിൽ ഉയർന്ന ഉദ്യോഗം ലഭിക്കും. വ്യവഹാരങ്ങളിലൂടെ ഭൂമി ലഭിക്കുന്നതുമാണ്. 10-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ജാതകൻ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേടുന്നതാണ്. മാത്രമല്ല ധനവും പ്രതാപവും നേടും. എവിടെയും വിജയം കൈവരിക്കും. കാര്യശേഷിയും ആജ്ഞാശക്തിയും ഉണ്ടാക്കും. പോലീസ്, പട്ടാളം, നീതിന്യായം എന്നീ മേഖലകളിൽ നീതി ലഭിക്കുന്നതിനാണ് സാധ്യത. ഭൂമിലാഭം, വ്യവഹാര വിജയം എന്നിവയും ഉണ്ടാകാവുന്നതാണ്. 11-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ പുത്രന്മാരും ധനവും ഐശ്വര്യവും ഉണ്ടാകുന്നു. പക്ഷേ പുത്രന്മാർക്ക് ആവശ്യമുള്ളതൊന്നും കൊടുക്കാതെ അവരെ ദുഃഖിപ്പിക്കുന്നതാണ്. വാഗ്മിയും സുഹിമാനും ദീർഘായുസ്സുള്ളവനുമായിരിക്കും. 12-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ നേത്രരോഗവും അലസതയും നൽകുന്നു. ഭാര്യയുടെ മരണം അനുഭവിക്കേണ്ടി വരും. രോഗിയും ലുബ്ധനുമാണ്. അന്യദേശത്ത് താമസിക്കും. ദ്രവ്യനഷ്ടം സംഭവിക്കുന്നതാണ്. ചൊവ്വ ശനിയോട് ചേർന്ന് നിന്നാൽ ജയിൽവാസമുണ്ടാകും. എന്നാൽ ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രബലത്തിലോ കർക്കിടകത്തിൽ നീചഭംഗം ചെയ്തോ നിന്നാൽ അശുഭഫലം ഉണ്ടാകില്ലെന്നും പറയുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ചൊവ്വ ഓരോ ഭാവത്തിലും നിന്നാൽ എന്താണ് ഫലം എന്നതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ദോഷമുള്ള ഭാവങ്ങൾ 1, 2, 4, 7, 8, 12 ഭാവങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകം വെച്ച് നോക്കുക. ചൊവ്വ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് നോക്കുക. ഈ ഫലങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ എന്നുകൂടി നോക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുകൾ ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് വഴി വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക.